ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബെഡ്റൂമിന് ഏത് തരം സ്വിച്ച് ബോർഡ് വെക്കാം, അതേപോലെ എത്ര പോയിൻറ്റുകൾ നമുക്കിടാം, അതിൻ്റെ പൈപ്പിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 8-ൻ്റെ ബോക്സാണ്. അതായത് 2 വേക്കും ഡോറ് തുറന്ന് വരുന്ന സൈഡിലുള്ള ബോക്സ് 8-ൻ്റെ വേ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. കാരണം നമ്മുടെ ഈ ബോക്സ് നമ്മൾ ഓൾറെഡി താഴെ ഇരുന്ന ബോക്സാണ്. അത് നമ്മൾ കുത്തിയിളക്കി കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് പൈപ്പ് ഇറങ്ങുന്ന ഭാഗം ഞണുങ്ങിപ്പോയതുകൊണ്ട് നമ്മളത് ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മളത് വെച്ചേക്കുവാണ്. നമ്മുടെ സാധനം ഉള്ളത് കൊണ്ടാണ് നമ്മളത് വെച്ചേക്കുന്നത്. L&Tയുടെ ബോക്സാണ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്, 8-ൻ്റെ ബോക്സാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് അതങ്ങ് എടുത്ത് വെച്ചു, വെറുതെ കളയണ്ടാലോ. ഈ സൈഡ് വരുന്നത് ഒരു ലാമ്പ് വരുന്നുണ്ട്, അതേപോലെ സീലിങ്ങിൻ്റെ അകത്ത് ഫാനും അതേപോലെ 4 സ്പോട്ട് ലൈറ്റുകളും വരുന്നുണ്ട്. അതായത് 4 സർഫേസ് LED-കളും വരുന്നുണ്ട്. കാരണം ഇത് ആർച്ച് ടൈപ്പ് റൂമാണ്. അതേപോലെ ലെഫ്റ്റ് സൈഡിലും ഒരു ലൈറ്റ് പോയിൻ്റ് വരുന്നുണ്ട്. അതേപോലെ സ്വിച്ച് ബോർഡിൻ്റെ ടോപ്പിലും ഒരു പോയിൻ്റ് വരുന്നു. അതായത് ട്യൂബും ഒരു ബൾബും എന്നുള്ള രീതിയിൽ 2 പോയിൻ്റുകളും, അതേപോലെ ഒരു ഫാൻ പോയിൻറ്റും, അതേപോലെ സർഫേസിന് വേണ്ടിയിട്ട് ഒരു പോയിൻറ്റും നമ്മൾ ഇതിൽ വരുന്നുണ്ട്. കാരണം എച്ച് വെച്ചിട്ടാണ് നമ്മളത് ഇറക്കിയേക്കുന്നത്. ഈ ഷെയ്ഡിൽ കൂടെ കിടക്കുന്നത് മെയിൻ വരുന്നതാണ്. അതായത് ബ്രേക്കറിൽ നിന്നുള്ള സ്വിച്ച് ബോർഡിലോട്ട് മെയിനും, ആ മെയിനിൽ നിന്ന് തന്നെ നേരെ 2 വേയിലോട്ട് പോകാനും വേണ്ടിയിട്ടാണ്. ഇതാണ് 2 വേ വരുന്നത്. നമ്മളൊരു 3 കട്ടയുടെ ഹൈറ്റാണ് നമ്മൾ വെച്ചേക്കുന്നത്. കട്ട ഹൈറ്റിലാണ് നമ്മൾ 2 വേയുടെ ഇത് വെച്ചേക്കുന്നത്. ഇതേപോലെ നമ്മൾ റോൾ പൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്, ബെൻഡിങ് പൈപ്പല്ല, റോൾ പൈപ്പാണ് ഇട്ടേക്കുന്നത് ഇവിടെ. അതേപോലെ 8-ൻ്റെ ബോക്സാണ് വെച്ചേക്കുന്നത്. നമ്മൾ മേളിൽ നിന്നുള്ള, അതായത് ലൈറ്റ് പോയിൻറ്റുകളുടെ പൈപ്പ് നമ്മൾ അടിച്ചിറക്കിയിട്ടുണ്ട്. കാരണം LED-ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് 2 വരുന്നത്, ഒന്ന് ബ്രേക്കറിൽ നിന്ന് വരുന്ന മെയിനും, അതേപോലെ ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് 2 വേ കണക്ഷൻ ആവാൻ വേണ്ടി 2 വേ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പാണ്. കാരണം റോൾ പൈപ്പാണ് നമ്മൾ കറക്റ്റ് താഴ്ന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടുകമ്പി കൊണ്ട് കെട്ടി കോൺക്രീറ്റ് ആണി കൊണ്ട് അടിച്ചിറക്കിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയതല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് ഒടിഞ്ഞു പോവും. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് അങ്ങനെ 4 പൈപ്പ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതേപോലെ ബോക്സും ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം ആ നേരത്തെ ബോക്സിൽ മൊത്തം ശാന്തമായിരുന്നു. കാരണം അതങ്ങനെ വരാനുള്ള കാരണം ഈ ബോക്സിൻ്റെ ടോപ്പ് സൈഡ് നമ്മൾ ചള്ളിപ്പോയതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് അങ്ങനെ അതിൽ കൂടെ ഇറങ്ങിയതാണ്. അതിന് നമ്മൾ ഈ പേപ്പർ വെച്ച് ലെവൽ ചെയ്ത് കുത്തി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ അകത്തെല്ലാം ഇനി നമുക്ക് സിമെൻറ്റ് ഇറക്കണം. സിമെൻറ്റ് ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ സ്വിച്ച് ബോർഡ് ഷേക്ക് ആവും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സിമെൻറ്റ് അതിൻ്റെ അകത്ത് സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഷേക്ക് ആവും, പിന്നീട് അത് ഇളകി പോകാനും ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ ഈ ലൈറ്റ് പോയിൻറ്റ് സ്വിച്ച് ബോർഡിൻ്റെ ടോപ്പ് സൈഡിൽ തന്നെ നമ്മൾ ഒരു ലൈറ്റ് പോയിൻറ്റ് വെച്ചിട്ടുണ്ട്. അത് H-ൻ്റെ ജംഗ്ഷനാണ് വെച്ച് കൊടുത്തേക്കുന്നത്. കാരണം 2 പൈപ്പ് ഇറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ H വെച്ച് കൊടുത്തത്. അതേപോലെ 8-ൻ്റെ 2 വേക്ക് വേണ്ടിയിട്ട് 8-ൻ്റെ L&Tയുടെ ബോക്സ് തന്നെയാണ് നമ്മൾ വെച്ച് കൊടുത്തത്. അതും ബോക്സും നമ്മൾ നല്ലപോലെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് നമ്മൾ പൈപ്പ് ഇട്ട സൈഡ് നമുക്ക് അതേപോലെ പൈപ്പിൻ്റെ മുകളിൽ കൂടെ ശാന്തി വെച്ച് കൊടുക്കണം. പിന്നെ ഈ പൈപ്പ് ഇറക്കാൻ നേരത്ത് നമ്മൾ കോൺക്രീറ്റ് സമയത്ത് നമ്മൾ പേപ്പർ കുത്തിയാക്കി വെക്കും. അതായത് താഴോട്ട് വീഴാതിരിക്കാൻ വെക്കുന്നത് പേപ്പറുകൾ നമ്മൾ തന്നെ പറിച്ച് കളയണം. അങ്ങനെ പറിച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ മേശിരിമേര് തേക്കാൻ വരുന്ന സമയത്ത് ഈ ഉളി കൊണ്ടത് തട്ടും. ഉളി കൊണ്ടത് തട്ടിക്കളയുന്ന സമയത്ത് പൈപ്പിന് കിഴുത്ത വീഴുക, അതുപോലെ പൈപ്പ് പൊട്ടാനും ചാൻസ് കൂടുതലാണ്. കാരണം അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വലിയൊരു പണിയായി പോകും. കാരണം നമ്മൾ പിന്നീട് വയറ് വലിക്കാൻ നേരത്ത് വയറ് കയറാതെയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്തിടുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ ജോലി നമ്മൾ ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. അങ്ങനെ നമ്മൾ 4 സൈഡും അതേപോലെ ഈ പൈപ്പിൻ്റെ ബെൽറ്റ് വരെയുള്ള ഭാഗവും നമ്മൾ ചാന്ത് കൊണ്ട് നല്ല രീതി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ചാന്ത് ചെയ്ത് അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം. നമ്മൾ ആ ഫില്ല് ചെയ്ത് വെച്ചില്ലെങ്കിൽ, കാരണം ഇവരാരെങ്കിലും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചാന്ത് ഫില്ല് ചെയ്യാൻ നേരത്ത് പരുക്കൻ രീതിയിൽ വേണം ചാന്ത് ഫില്ല് ചെയ്യാൻ, അല്ലാതെ ഗ്ലേസിംഗ് ആയിട്ട് തേച്ച് വിടരുത്. കാരണം പിന്നീട് തേപ്പ് സമയത്ത് അവർക്ക് സിമെൻറ്റ് കോരി പറ്റിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇതേപോലെ പരുക്കൻ രീതിയിൽ വേണം നമുക്ക് ഇതേപോലെ ചാന്ത് വെച്ച് കൊടുക്കാൻ. പിന്നെ ബോക്സ് ഒരു 4 ഇഞ്ച് മാത്രമേ വെളിയിലോട്ട് വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ തേപ്പ് കനം വലുതായിട്ടില്ല, അതനുസരിച്ചുള്ള തേപ്പ് കനങ്ങൾ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ബോക്സ് ആ രീതിയിൽ വെച്ചേക്കുന്നത്. ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നെഞ്ചളവിൻ്റെ ഹൈറ്റാണ് സ്വിച്ച് ബോർഡിന് വെച്ചേക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ റൂമിൻ്റെ അകത്തുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.